ക്രിയേറ്റീവ് ആയിട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞായറാഴ്ച നമുക്കൊരു സ്പെഷ്യൽ ഉണ്ടാക്കാം. കുറച്ച് വണ്ണമുള്ള ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചെമ്മീൻ ബിരിയാണി വെക്കാം. ബിരിയാണി സർവ്വസാധാരണമാണ്, എല്ലാവരും വെക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് ഇപ്പം ഞാൻ അളവ് പറയുകയൊന്നും ചെയ്യണ്ട. എന്നാലും ചിലവ് ചുരുങ്ങിയ രീതിയിലുള്ളൊരു ബിരിയാണി നമുക്ക് ഉണ്ടാക്കാം. അതിന് ആദ്യം നെയ്ച്ചോറ് ആക്കി വെക്കണം. അത് ഇപ്പം ഞാൻ പറയേണ്ട എല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലേ. ഒരു 2 ഗ്ലാസ് അരിൻ്റെ ആണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചോറ് നമുക്ക് ആദ്യം ആക്കി വെച്ചതിൻ്റെ ശേഷം ചെമ്മീനെ ഫ്രൈ ചെയ്തെടുക്കണം. ചെമ്മീനെ ഫ്രൈ ചെയ്തെടുത്ത് മഞ്ഞളും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് പെരക്കിയിട്ട് ആണ് വെളിച്ചെണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുത്തത്. അത് മാറ്റി വെച്ചതിൻ്റെ ശേഷം നമുക്ക് അതേ എണ്ണയിൽ തന്നെ ബാക്കി വന്ന എണ്ണയിനകത്ത് കുറച്ചും കൂടെ ഒഴിച്ചിട്ട് ഉള്ളിയും തക്കാളിയെല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം. വലിയ പണിയൊന്നുമില്ല. ഉള്ളിയും തക്കാളിയും ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അതെല്ലാം സാധാരണ നമ്മൾ ചെയ്യുന്നത് തന്നെ എല്ലാം ചെയ്തിട്ട് മിക്സ് ആക്കിയിട്ട് വെളുത്തുള്ളി ഇഞ്ചി ചതച്ച് പേസ്റ്റൊന്നും ആക്കിയില്ല, ചതച്ചിട്ടു, പച്ചമുളക് ഇട്ടു. അതെല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ അകത്ത് തക്കാളി ഇട്ട് തക്കാളിയും ഉള്ളിയും എല്ലാം കൂടെ നന്നായിട്ട് വെന്തുടഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ അതിൽ ചേർക്കണം. ചെമ്മീൻ അതിൽ ചേർത്തിട്ട് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചതിൻ്റെ ശേഷം തുറന്നിട്ട് നമുക്ക് ചോറിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്യാം. ചെമ്മീൻ ബിരിയാണി പലതരത്തിലും ഉണ്ടാക്കാം. പക്ഷേ ഏറ്റവും എളുപ്പമുള്ളതാണ് ഇത്, എന്നാൽ നല്ല ടേസ്റ്റുള്ളതുമാണ്. അപ്പോൾ നമ്മൾ മിക്സ് ആക്കിയതിൻ്റെ ശേഷം അതിൻ്റെ മേലെ മല്ലിയില മേലെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അതിൻ്റെ ശേഷം നമ്മൾ അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്നിട്ട് ഒരു പകുതി പുളിനാരങ്ങ നീര് അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ അത് ഒന്ന് മിക്സ് ആക്കിയിട്ട് പിന്നെ നമുക്ക് പ്ലേറ്റിലേക്ക് വിളമ്പാം. ഇത്രയേ ചെയ്യണ്ടൂ. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചെമ്മീൻ ബിരിയാണി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.